നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ താലൂക്ക് ഓഫീസിൽ നടന്ന ജനറൽ ബോഡി യോഗം ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി MC കുഞ്ഞിപ്പ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ ഞാൻ ആ സമരവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്, ഒരുപാട് ആളുകൾ സമരത്തിൽ പങ്കെടുക്കാൻ പ്രയാസങ്ങൾ അറിയിച്ച് നമ്മൾ സമരം ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ബസ്സിനുള്ള ഗുണമല്ല കിട്ടുക. അല്ലെങ്കിൽ ഇതിൻ്റെ സംസ്ഥാന നേതാക്കൾ മുൻപാക്കറിയുന്ന ആളുകൾ സംസ്ഥാന തലത്തിൽ ഒരു മന്ത്രിയുടെ കാണുമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ കാണുമെങ്കിൽ ഒരു SP MLA കാണുമ്പോൾ മണിക്കൂർ കണക്കിൽ കാത്തിരിക്കണം. റസാഖ് പകര അധ്യക്ഷനായി. PK മൂസ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷ്ണകുമാർ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സ്റ്റേജ് ഗാരേജുകളുടെ താൽക്കാലിക പെർമിറ്റുകൾ ഓൺലൈൻ വഴി ആക്കണമെന്നും നഗരങ്ങളിലുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനായി വിവിധയിടങ്ങളിൽ കൂടുതൽ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കണമെന്നും പാരലൽ സർവീസ് നിർത്തൽ ചെയ്യുന്നതിനെക്കുറിച്ചും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. നിലവിൽ അടച്ചിട്ട കൂട്ടായി, മംഗലം, ഉണ്ണിയാൽ പാലങ്ങൾ എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഫ്രണ്ട്സ്, സെക്രട്ടറി കൃഷ്ണകുമാർ അമൃതവാഹിനി, ട്രഷറർ അനീഫ അടിപ്പാട്ട് എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി ഉമ്മർ താനൂർ, ഉമ്മർ കുവൈത്ത്, നസറുൽ ഇസ്ലാം എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ബാലൻ അയ്യപ്പ ജ്യോതി, സിദ്ദീഖ് ഉള്ളാട്ടിൽ, ബാബു സമീർ എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.